ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം PV അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DGP വേദിയിലെത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഭിജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ADGPക്കെതിരെ PV അൻവറിന്റെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിരവധി ആരോപണങ്ങൾക്ക് ഇപ്പോൾ പരിശോധിക്കുകയും അതിനെ തുടർന്ന് അന്വേഷണത്തിന് നിർദ്ദേശവും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഇതും ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. എങ്ങനെയാകും അന്വേഷണം, ആർക്കാകും അന്വേഷണ ചുമതല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? ശാലിമ, ഏതായാലും PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പൊതുവേദിയിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കും. ഇതിൽ ഒരു മുൻവിധിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ഈ കോട്ടയത്ത് നടന്ന ഈ പരിപാടിയിൽ, ഈ പൊതുചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ ഏതായാലും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഏതായാലും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം അതിന്റെ ഗൗരവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ADGPക്കെതിരായ ഈ അന്വേഷണം അത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെ നടത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ് ഒരുപക്ഷെ പുറത്തിറങ്ങിയേക്കാനുള്ള സാധ്യത കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കൺസേൺഡ് ഓഫീസർക്കാണ് ഇതിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ഏതായാലും ഈ പോലീസ് സേനയിൽ അച്ചടക്കം തന്നെയാണ് പ്രധാനം. അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ചു പുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അച്ചടക്കം ലംഘിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഉന്നതനായി കഴിഞ്ഞാലും നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ നടപടിയും അന്വേഷണവും നടത്തുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ പോലും അൻവറിനെ കുറ്റപ്പെടുത്താത്ത നിലയിലാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും PV അൻവർ നടത്തിയ ഈ ഗുരുതര വെളിപ്പെടുത്തലുകൾ, അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. MR അജിത് കുമാറിനെ ഒരുപക്ഷെ ആ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണം തന്നെ ആകുമോ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണമാണ് PV അൻവർ MLA നടത്തിയത്. അതിൽ തന്നെ MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുകയാണ്. പക്ഷേ ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാമെന്നും കൂടുതൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നുള്ള കാര്യവും PV അൻവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. SP സുജിത് ദാസിനെതിരെയും അദ്ദേഹം ചില ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ ഇപ്പോൾ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ഏതായാലും ADGP MR അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അത് തുടരുകയാണ്. കവടിയാർ കൊട്ടാര പരിസരത്ത് MR അജിത് കുമാർ ആഡംബര വീട് പണിയുകയാണ്. സോളാർ കേസ് അട്ടിമറിച്ചത് MR അജിത് കുമാർ ആണ് എന്നുള്ള കാര്യം കൂടി PV അൻവർ MLA വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ ഏതായാലും കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതും അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കവടിയാർ കൊട്ടാരത്തിനടുത്ത് സ്ഥലം വാങ്ങി വീട് പണിയുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അതിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് 10 സെന്റ് അജിത് കുമാറിന്റെ പേരിലാണ്, 12 സെന്റ് അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുമാത്രമല്ല 12,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നിർമ്മിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ നടന്നിരിക്കാനുള്ള സാധ്യത കൂടി അദ്ദേഹം പ്രധാനമായും തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എടവണ്ണയിലെ റിദാൻ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായത് യഥാർത്ഥ പ്രതിയല്ലെന്ന് കുടുംബം പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കേസ് പോലീസ് വഴിതിരിച്ചു വിട്ടതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ PV അൻവർ വ്യക്തമാക്കുന്നു. യഥാർത്ഥ പ്രതി ഷാൻ അല്ലെന്നാണ് വ്യക്തമാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ PV അൻവർ പറയുന്നു. മരിച്ചയാളുടെ ഫോണിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ വരുന്നത് SP സുജിത് ദാസിനടുത്തേക്കാണ് എന്നതാണ് ഇപ്പോൾ ഈ SP ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ADGPക്കെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെ നടത്താനുള്ള സാധ്യത തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. രാവിലെ DGP മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൗസിലെത്തിയാണ് DGP മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത്. വിവരങ്ങളൊക്കെ തന്നെയും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം
സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഈ കോട്ടയത്തേക്ക് വന്നത്, ആ വേദിയിലേക്ക് വന്നത്. ഒരേ വേദിയിലായിട്ടും ADGP MR അജിത്കുമാറിനെ ഒരിക്കൽ പോലും നോക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നുപോയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പോലീസ് മർദ്ദന ഉപകരണമല്ല, ജനസേവകരാണ്. അപ്പോൾ അതുകൊണ്ട് ജനകീയ സേന അനർത്ഥമാക്കും വിധത്തിലുള്ള ഇടപെടൽ പോലീസിന് നടത്താൻ കഴിഞ്ഞു. പക്ഷേ സേനയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. അവരെ ഏത് തരത്തിലും മാറ്റി നിർത്താൻ സർക്കാർ മടിയില്ലാത്ത തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരെ സേനയ്ക്ക് ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. അവർ സേനയ്ക്കാകെ തന്നെ നാണക്കേടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലീസ് സേനയ്ക്ക് പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ സ്വതന്ത്രവും നീതിപൂർവവുമായി പ്രവർത്തിക്കാൻ കഴിയണമെന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയാണ്. മനുഷ്യത്വവും നീതിയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഉയർത്തിപ്പിടിക്കണം. സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ കലവറയില്ലാത്ത പിന്തുണ നൽകും. 108 പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുറത്താക്കപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകും. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ സൈബർ കേസുകൾ പിടിച്ചെടുക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കേരള പോലീസിന് ആരെയും പേടിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. കേരളത്തിന് പുറത്തുള്ള ലഹരി മയക്കുമരുന്ന് റാക്കറ്റുകളെ കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ നടപടി സ്വീകരിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഗൗരവതരമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുകയും ചെയ്യുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങളിൽ, അതായത് SP സുജിത് ദാസിനെതിരെയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണം വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫ് തന്നെ നടത്താനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഉന്നത വകുപ്പിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുമെന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ MR അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണോ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനും കഴിയും. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉൾപ്പെടെ അനുസരിച്ച് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് സൂചിപ്പിക്കാനും കഴിയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങേണ്ടതുണ്ട്. അത് ഏതായാലും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഉള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ DGPയും ADGPയും തമ്മിലുള്ള ചില പൊരുത്തക്കേടുകൾ, അതൃപ്തികളൊക്കെ തന്നെയും അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം തന്നെ അന്വേഷിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ DGP റാങ്കിലുള്ള സഞ്ജീവ് പട്ജോഷിയോ അല്ലെങ്കിൽ പത്മകുമാറോ പോലെയുള്ള ആൾക്കാരുടെ തലത്തിലുള്ള അന്വേഷണം തന്നെയാണോ ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഏതായാലും വ്യക്തതയും കിട്ടേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ ADGP MR അജിത്കുമാർ അദ്ദേഹം കേരള പോലീസിൽ ഒരു സൂപ്പർ DGP ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും പോലീസിനെ നിയന്ത്രിക്കുന്നത് DGP ഉണ്ടെങ്കിൽ പോലും MR അജിത്കുമാറുമാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സേനയിലെ ഉദ്യോഗസ്ഥർ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് MR അജിത്കുമാർ എന്ന് പറയുമ്പോൾ പോലും നേരത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായ സമയത്ത് അവിടെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ സഹായി സരിത്തിനെ സഹായിച്ചു എന്നുള്ള ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. പിന്നീട് വിജിലൻസ് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി അദ്ദേഹം മടങ്ങിയെത്തുകയും ചെയ്തു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ സത്യസന്ധമായ നീതിയുക്തമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ ഏതായാലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുകയും ചെയ്യുന്നത്. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് ADGPക്ക് അനുകൂലമായി മാറുമോ അദ്ദേഹത്തിന് പ്രതികൂലമായി മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് എത്താനുള്ള സാധ്യതയും ഏതായാലും പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. ആ ഒരു ഘട്ടത്തിൽ വളരെ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഏതായാലും പൊതുവേദിയിൽ തന്നെ ഒരു പൊതു ചടങ്ങിൽ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ ഇപ്പോൾ ഏതായാലും വാർത്താ സമ്മേളനം നടത്തി ചില ഗുരുതര വെളിപ്പെടുത്തൽ കൂടി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. സോളാർ കേസ് MR അജിത്കുമാർ അട്ടിമറിച്ചു എന്ന് പറയുന്ന
സംസാരിക്കുന്ന അദ്ദേഹം ശബ്ദരേഖ പുറത്തുവിട്ടിട്ടുണ്ട്. അത് വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാക്കാനും കഴിയും. PV അൻവർ പുറത്തുവിട്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആളുടെ ശബ്ദരേഖയാണ്. അതിൽ ഉൾപ്പെടെ അദ്ദേഹം ചില പ്രസ്താവനകൾ ഇപ്പോൾ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ ഒരുപക്ഷെ ഈ ADGP MR അജിത്കുമാറിനെതിരെ പോരിനുറച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. MR അജിത്കുമാർ ഈ സോളാർ കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ അത് മറ്റൊരു ഗുരുതര വെളിപ്പെടുത്തലാണ്. ഏതായാലും അജിത് കുമാറിനും SP സുജിത് ദാസിനും സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിക്കുന്നു. വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അധോലോക മാഫിയ ബന്ധമുണ്ടെന്ന് പറയുന്നു. ലഹരി റാക്കറ്റുകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാന പോലീസ് സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള മാഫിയ ബന്ധങ്ങൾ ഉണ്ടോ എന്നതിലുൾപ്പെടെ പൊതുസമൂഹം വലിയ തോതിൽ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പൊതുവേദിയിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ പ്രത്യേകിച്ച് ഭരണകക്ഷി MLA കൂടിയാണ്. അദ്ദേഹം സ്വതന്ത്ര MLA ആണെങ്കിൽ പോലും അദ്ദേഹം ഈ ADGPക്കെതിരെയും ഒപ്പം P ശശിക്കെതിരെയും ഉയർത്തുന്ന ചില കാര്യങ്ങൾ അത് വളരെ ഗൗരവപൂർവ്വം അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോളാർ കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത്കുമാറിന് KC വേണുഗോപാലുമായി ഉൾപ്പെടെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലുമായി ഉൾപ്പെടെ ADGPക്ക് ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ വീണ്ടും പോരിനുറച്ച് അൻവർ രംഗത്തിറങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിന് ഈ എടവണ്ണ റിദാൻ കൊലപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു. പോലീസ് നിരപരാധിയെ കുടുക്കി. അതിനകത്ത് ADGP MR അജിത്കുമാറിന് പങ്കുണ്ട്. അന്വേഷണം പോലീസ് വഴിതിരിച്ചു വിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോളാർ കേസ് പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും MR അജിത്കുമാറിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ അല്ലെങ്കിൽ ഒരുപക്ഷെ SP സുജിത്ദാസിനും ഒക്കെ എതിരെ കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ആരോപണ ശയ്യകൾ അല്ലെങ്കിൽ ആരോപണത്തിന്റെ കുന്തമുനകൾ ഇവരിലേക്ക് നീളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച് അൻവർ പറയുമ്പോൾ അതിന് കൂടുതൽ MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി വേദിയിലിരുത്തി തന്നെ അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PV അൻവർ MLA ആണ് MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗുരുതരമായ ഒരു വിഷയമാണ്. ഒരു ജനപ്രതിനിധി, ഒരു MLA തന്നെ അത്തരത്തിൽ ഒരു ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ കാര്യത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ഉത്തരവാദിത്വം MR അജിത് കുമാറിനുമുണ്ട്. ഒപ്പം ആ ആരോപണം ഉന്നയിച്ച ആൾ ഒരു സാധാരണക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട്. പോലീസ് സേനയെ തന്നെ ആകെ ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ ഒരു ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അല്ല, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർക്കൊക്കെയാകും അന്വേഷണ ചുമതല തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.